ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷും ടീച്ചറും ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ അഥവാ മക്കളുടെ ഓണ പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആണ് കേട്ടോ. ഇംഗ്ലീഷുമായി ബന്ധപ്പെടുത്തിയിട്ട് മുന്നേ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ്സുകൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആപ്പിൽ കയറിയതിനു ശേഷം ക്ലാസ്സുകൾ കാണേണ്ടതാണ്. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോയാലോ? ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതാ ഇതുപോലൊരു സെക്ഷൻ മക്കൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ടായിരിക്കും. അവിടെ നെയിം ഓഫ് സ്റ്റുഡന്റ് എന്നുള്ളത് മക്കൾ നിങ്ങളുടെ പേരുകൾ എഴുതണം. അതുപോലെ നെയിം ഓഫ് സ്കൂൾ എന്നുള്ളത് മക്കളുടെ സ്കൂൾ എഴുതണം. പിന്നെ ഡിവിഷൻ എന്നുള്ളത് കൂട്ടുകാരുടെ ക്ലാസ് ഡിവിഷൻ എഴുതണം. ഓക്കെ അല്ലേ മക്കളെ? എങ്കിൽ നമ്മുടെ ആദ്യത്തെ ആക്ടിവിറ്റിയിലോട്ട് പോവാം. ആക്ടിവിറ്റി 1, ലെറ്റ്സ് ഡ്രോ. നോക്കിക്കേ മക്കളെ, ലിസൺ ടു യുവർ ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി ആൻഡ് കംപ്ലീറ്റ് ദി പിക്ചർ. എന്താണ് മക്കളെ പറഞ്ഞത്? നിങ്ങളുടെ ടീച്ചർ തരുന്ന ഇൻസ്ട്രക്ഷൻസ്, അതായത് നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം താഴെ നമുക്കൊരു പിക്ചർ തന്നത് കണ്ടോ മക്കളെ? ആ പിക്ചർ കംപ്ലീറ്റ്ലി വരച്ച് തീർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ ആണോ മക്കളെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ എക്സാമിന് പോകുന്ന സമയത്ത് നിർബന്ധമായിട്ട് മക്കളെ നിങ്ങളുടെ കളർ പെൻസിലോ ക്രയോൺസോ കയ്യിൽ കൊണ്ടുപോകണം. മിസ് എല്ലാ ക്ലാസ്സിലും നിങ്ങളടുത്ത് പറയാറുണ്ട്. ഓക്കെ, നമുക്ക് ഇത്തരത്തിൽ ക്വസ്റ്റ്യൻസ് വരാം. അതായത് ചിത്രം വരയ്ക്കാനും നിറം നൽകാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കൂട്ടുകാർക്ക് വരാം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നിർബന്ധമായിട്ട് മറക്കാതെ കൊണ്ടുപോകണേ. അപ്പൊ നമുക്ക് മക്കളെ ഓരോ നിർദ്ദേശങ്ങളായിട്ട് വായിച്ചു നോക്കിയാലോ? ഫസ്റ്റ് വൺ മിസ് വായിക്കാം. ഡ്രോ എ പ്ലാൻ ഇൻ ദ പോട്ട്. എന്താ മക്കളെ പറഞ്ഞത്? ഡ്രോ എ പ്ലാൻ ഇൻ ദ പോട്ട്. ഇവിടെ ഒരു പോട്ട് കണ്ടോ മക്കളെ? ഒരു ചെടിയുടെ ചട്ടി കണ്ടോ? അതിൽ മക്കളടുത്ത് എന്ത് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്? എ പ്ലാന്റ്, അതായത് ഒരു ചെടി വരയ്ക്കാനാണ് നമ്മുടെ ആദ്യ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം മിസ് എത്തിയിട്ടുള്ളത് മക്കളെ നിങ്ങൾക്കായിട്ടുള്ള ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, നമ്മൾ ഓണം പ്രമാണിച്ച് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കൂട്ടുകാർക്ക് വെറും 610 രൂപയ്ക്കാണ് ഇനിയുള്ള ഒരു വർഷക്കാലത്തേക്ക് അവൈലബിൾ ആക്കി തരാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ദാ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് മക്കളെ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക? സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ വേഗം തന്നെ മക്കളെ മറക്കാതെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, വെറും 610 രൂപയ്ക്കാണ് ഒരു വർഷത്തേക്ക് മക്കൾക്ക് 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു ചെടി വരയ്ക്കണം. ദെൻ അടുത്ത നിർദ്ദേശം നോക്കിക്കേ മക്കളെ, ഡ്രോ ബ്രാഞ്ചസ് ആൻഡ് ലീവ്സ്. ആ ചെടിയിൽ എന്ത് വരയ്ക്കണം? ചെറിയ ചെറിയ കൊമ്പുകൾ വരയ്ക്കണം. അതുപോലെ തന്നെ ലീവ്സ്. ലീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഇല വരയ്ക്കണം അല്ലെ? ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ, ഡ്രോ സം ഫ്ലവേഴ്സ് ഓൺ ദി പ്ലാന്റ്. ആ പ്ലാന്റില് പൂക്കൾ വരയ്ക്കാനാണ്. എണ്ണം നമുക്ക് പ്രത്യേകമായിട്ട് പറയുന്നില്ല, ഡ്രോ സം ഫ്ലവേഴ്സ് എന്നേ പറയുന്നുള്ളൂ. അപ്പൊ മക്കൾക്ക് ഇഷ്ടമുള്ള എണ്ണത്തിൽ എന്ത് ചെയ്യാം? ഫ്ലവേഴ്സ് കുറച്ചെണ്ണം വരയ്ക്കാം. ദെൻ അടുത്ത നോക്കിക്കേ മക്കളെ, ഗിവ് ഗ്രീൻ കളർ ടു ദി ലീഫ്. നമ്മൾ ലീഫ് വരച്ചിട്ടില്ല മക്കളെ? ആ ലീഫിന് ഏത് കളർ കൊടുക്കാനാ പറഞ്ഞിട്ടുള്ളത്? ഗ്രീൻ കളർ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ നമ്മളോട് പറഞ്ഞത് ഗിവ് റെഡ് കളർ ടു ദി ഫ്ലവർ. ആ ഫ്ലവറിന്, നിങ്ങൾ വരച്ചിട്ടുള്ള ഫ്ലവേഴ്സിന് റെഡ് കളർ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് വരച്ചു നോക്കാം. കൂട്ടുകാർ ഈ നിർദ്ദേശത്തിനനുസരിച്ച് വേണേ വരയ്ക്കാനായിട്ട്. ഫസ്റ്റ് നമ്മളോട് എന്താ പറഞ്ഞത്? കുറച്ച് ബ്രാഞ്ചും കുറച്ച് ലീഫും വരയ്ക്കാനാണ് അല്ലെ? ഒരു പ്ലാന്റ് വരച്ചിട്ട് അതിൽ കുറച്ച് ബ്രാഞ്ചും ലീഫും ഒക്കെ വരയ്ക്കാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മിസ് ജസ്റ്റ് ഇവിടെ ഒന്ന് വരയ്ക്കാട്ടോ. കൂട്ടുകാർ എന്ത് ചെയ്യാം? മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ വരയ്ക്കാട്ടോ. നല്ല ഭംഗിയായിട്ട് വരയ്ക്കാം. മിസ് ഇപ്പൊ ജസ്റ്റ് ഒന്ന് വെറുതെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്ലാന്റ് വരയ്ക്കാട്ടോ. അപ്പം ഒരു പോട്ടിൽ നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ ഒരു പ്ലാന്റ് വരയ്ക്കുകയാണ് മിസ്. ഓക്കെ, പ്ലാന്റ് വരച്ചു. അതിന് നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ബ്രാഞ്ചസ് ഒക്കെ വരയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ കുറച്ച് ബ്രാഞ്ചസ് ഒക്കെ വരയ്ക്കാം. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? അതിൽ കുറച്ച് ലീവ്സ് ഒക്കെ വരയ്ക്കാം അല്ലെ? ഇവിടെ ഒരു ലീഫ് വരച്ചു. പിന്നെ മിസ് ഇവിടെ ഒരു ലീഫ് വരച്ചു. ഇവിടേക്കും കൂടി നമുക്ക് എന്ത് ചെയ്യാം? 1-2 ബ്രാഞ്ചസ് വരച്ചു കൊടുക്കാം അല്ലെ? മക്കൾ നല്ല ഭംഗിയിൽ വരയ്ക്കണം കേട്ടോ. മിസ് ഇപ്പൊ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് ലീഫ് ഒക്കെ വരച്ചു. ഇനി നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് വരച്ചാലോ മക്കളെ? മിസ് ഇവിടേക്ക് ഒരു ഫ്ലവർ വരയ്ക്കാണ് കേട്ടോ. മിസ് ഇവിടെ ഒരു ഫ്ലവർ വരച്ചു. ദെൻ ഇവിടോട്ട് മിസ് എന്ത് ചെയ്യാണ്? ഒരു ഫ്ലവർ വരച്ചു. ഓക്കെ, 2 ഫ്ലവറെ മിസ് ഇപ്പൊ ജസ്റ്റ് വരയ്ക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ എന്ത്? പോട്ടില് നമ്മളൊരു പ്ലാന്റ് വരച്ചു, അതിന് ലീഫ് വരച്ചു, ബ്രാഞ്ച് വരച്ചു. ഇനി നമ്മളോട് എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? ഗിവ് ഗ്രീൻ കളർ ടു ദി ലീവ്സ്. ആ ലീഫിന്, ഇലകൾക്ക് ഏത് കളർ കൊടുക്കാനാ പറഞ്ഞിട്ടുള്ളത് മക്കളെ? ഗ്രീൻ കളർ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? അപ്പൊ നമുക്ക് തന്നിട്ടുള്ള
ചിത്രത്തില് ഇലകൾക്ക് നമ്മൾ ഏത് കളർ കൊടുക്കണം മക്കളെ? ഗ്രീൻ കളർ വേണം സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. ഓക്കെ മക്കളെ, ലീഫ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇലയ്ക്കാണ് ലീഫ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ലീഫിന് മാത്രം ഗ്രീൻ കളർ കൊടുക്കുക കേട്ടോ. ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഏതാ മക്കളെ കളറ്? യെസ്, പച്ച നിറത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്രീൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മിസ് ഇത്ര ലീഫേ വരച്ചിട്ടുള്ളൂ, അതിന് ഏത് കളർ കൊടുത്തു? യെസ്, ഗ്രീൻ കളർ കൊടുത്തു. ദെൻ നമ്മളോട് എന്താ പറഞ്ഞത്? ഗിവ് റെഡ് കളർ ടു ദി ഫ്ലവർ. ഫ്ലവറിന്, പൂക്കൾക്ക് റെഡ് കളർ കൊടുക്കാനാ പറഞ്ഞിട്ടുള്ളത് മക്കളെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പൂക്കൾക്ക് റെഡ് കളർ കൊടുക്കാം. മിസ് ഓൺലി 2 ഫ്ലവേഴ്സേ വരച്ചിട്ടുള്ളൂ അല്ലെ, 2 പൂക്കളെ മിസ് വരച്ചിട്ടുള്ളൂ. അപ്പൊ അതിന് രണ്ടിനും മിസ് എന്ത് ചെയ്തു? റെഡ് കളർ കൊടുക്കുകയാണേ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഫ്ലവറിന് റെഡ് കളർ കൊടുത്തു, അടുത്ത ഫ്ലവറിനും ഇതേ രീതിയിൽ എന്ത് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്? റെഡ് കളർ കൊടുക്കാനാ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ല മക്കളെ? ഇപ്പൊ നോക്കിക്കേ, നമ്മുടെ പ്ലാന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടല്ലോ. നമ്മൾ എന്ത് ചെയ്തു? ഒരു പ്ലാന്റ് വരച്ചു, ഒരു പോട്ടിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു പ്ലാന്റ് വരച്ചു. പ്ലാന്റിൽ നമ്മൾ എന്ത് വരച്ചു? ലീഫ് വരച്ചു, ബ്രാഞ്ചസ് വരച്ചു, ഫ്ലവേഴ്സ് വരച്ചു. ഫ്ലവേഴ്സിനും അതുപോലെ തന്നെ ലീവ്സിനും ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? കളറും ചെയ്തു. ഓക്കെ അല്ല മക്കളെ? മക്കള് വരയ്ക്കുമ്പോൾ നല്ല കൂട്ടുകാരെ, നിങ്ങൾക്ക് വെറും 10 ദിവസം കൊണ്ട് ഹിന്ദി പഠിക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ താല്പര്യമുള്ള മക്കളൊക്കെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. വെറും 210 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു 10 ദിവസത്തെ കോഴ്സ് കൂട്ടുകാർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊരു ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും അതുപോലെ തന്നെ വലിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്ന ക്ലാസ്സുകളാണ് നമ്മൾ ഈ 10 ഡേയ്സ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ വേഗം തന്നെ മക്കളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇന്ത്യയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നല്ല ഭംഗിയിൽ വരയ്ക്കുക കേട്ടോ. മിസ് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നാൽ മുഴുവൻ മാർക്ക് മക്കളെ മേടിക്കല്ലോ. നിങ്ങളുടെ ടീച്ചർ പറയുന്ന നിർദ്ദേശത്തിനനുസരിച്ച് മാത്രം വരച്ചാൽ കൂട്ടുകാർക്ക് ഈ പ്രവർത്തനത്തിന് 5 മാർക്ക്, അതായത് A ഗ്രേഡ് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ മക്കളെ? എങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ആക്ടിവിറ്റി 2, റീഡ് ആൻഡ് അറേഞ്ച്. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? റീഡ് ആൻഡ് അറേഞ്ച് എന്നതാണ് നമ്മുടെ അടുത്തൊരു ആക്ടിവിറ്റി വരുന്നത് കേട്ടോ. നമുക്ക് നോക്കാം, നമ്മുടെ ചാപ്റ്ററുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ്. നോക്കിക്കേ മക്കളെ, നമ്മുടെ ആൻ അംബ്രല്ല ഓഫ് ഓൾ എന്ന് പറയുന്ന യൂണിറ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത് അല്ലെ. ഇവിടെ എന്തുണ്ട് മക്കളെ? മഷ്റൂം ഉണ്ട്. മഷ്റൂമിന്റെ അണ്ടറിൽ ആരാണ് വന്നിട്ടുള്ളത്? ഷെൽട്ടർ തേടിയിട്ട് നമ്മുടെ ആന്റ് വന്നിട്ടുണ്ട് അല്ലെ. പിന്നെ അവിടേക്ക് ആര് വരുന്നുണ്ട് മക്കളെ? നമ്മുടെ ബട്ടർഫ്ലൈ വരുന്നുണ്ട്. പിന്നെയോ അടുത്ത ചിത്രത്തിൽ മക്കൾക്ക് കാണാം ആന്റും ബട്ടർഫ്ലൈയും അതുപോലെ തന്നെ നമ്മുടെ മൗസും എവിടെയുണ്ട് മക്കളെ? നമ്മുടെ മഷ്റൂമിന്റെ അണ്ടറിലുണ്ട് അല്ലെ. അവിടേക്ക് ആര് വന്നു? നമ്മുടെ സ്പാരോ വരുന്നുണ്ട്. അടുത്ത ചിത്രത്തിലാണെങ്കിൽ നമ്മുടെ ആന്റും ബട്ടർഫ്ലൈയും മാത്രമാണുള്ളത്. നമ്മുടെ മൗസ് ആ ഒരു മഷ്റൂമിന്റെ അടിയിലേക്ക് വരുന്ന പിക്ചറാണ് തന്നിട്ടുള്ളത് അല്ലെ. അടുത്ത ചിത്രത്തിലോ നമ്മുടെ ബട്ടർഫ്ലൈ ആയിക്കോട്ടെ, ആൻഡ് ആയിക്കോട്ടെ, മൗസ് ആയിക്കോട്ടെ, സ്പാരോ ആയിക്കോട്ടെ, ഇവരെല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ട് മഷ്റൂമിന്റെ താഴെ നിൽക്കുന്നതാണ് കാണുന്നത് അല്ലെ. ഓക്കെ മക്കളെ, ഇനി കൂട്ടുകാർക്കുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. റീഡ് ദി സെന്റൻസസ് ആൻഡ് അറേഞ്ച് ദം കറക്റ്റ്ലി ആസ് ഇൻ ദി സ്റ്റോറി ബൈ ഗിവിംഗ് ദി നമ്പേഴ്സ് ഫ്രം 1 to 5. 1 is done for you. എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് താഴെ കുറച്ച് സെന്റൻസുകൾ തന്നിട്ടുണ്ട്. നമ്മുടെ സ്റ്റോറിയുമായിട്ട് ഈ ഒരു പിക്ചറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സെന്റൻസുകളാണ്. ആ സെന്റൻസുകൾ ഓരോന്നും വായിച്ചിട്ട് അവയെ എന്ത് ചെയ്യാനാ മക്കളെ? ഓർഡറിൽ, അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു സ്റ്റോറിയുടെ ഓർഡറിൽ നമ്പർ ഇടാനാ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഫോർ എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ, ഒരു ഉദാഹരണം എന്നുള്ള രീതിയിൽ 1 എന്ന നമ്പർ കൊടുത്ത് നമുക്ക് ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ മക്കളെ? ആൻ ആൻഡ് ഫൗണ്ട് ദി മഷ്റൂം ആസ് എ ഷെൽട്ടർ ഫ്രം ദി റെയിൻ. അതായത് മക്കളെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ഉറുമ്പ് മഷ്റൂം എന്ത് ചെയ്തു? മഴയിൽ നിന്ന് ഒരു ഉറുമ്പ് എന്ത് ചെയ്തു? അതിന്റെ ഷെൽട്ടർ ആയിട്ട് മഷ്റൂം കണ്ടെത്തിയില്ല. എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്രം റെയിൻ അല്ലെ, മഴയിൽ നിന്ന് രക്ഷ നേടാനായിട്ട് അവൾ എന്താ കണ്ടെത്തിയിട്ടുള്ളത്? ഷെൽട്ടർ ആയിട്ട് മഷ്റൂം കണ്ടെത്തി എന്നാണ് തന്നിട്ടുള്ള സെന്റൻസ്. അതിന് എന്ത് കൊടുത്തു? 1 എന്ന നമ്പർ കൊടുത്തു. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? ഇവിടെ തന്നിട്ടുള്ള ചിത്രം നമുക്ക് സ്റ്റോറി അറിയാലോ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. അതനുസരിച്ച് നമുക്കൊന്ന് നമ്പർ ഇടാം. ഫസ്റ്റ് 1 എന്ത് തന്നെയാണ്? ഇത് തന്നെയാണ് അല്ലെ. മഷ്റൂമിന്റെ താഴെ ആര് വരികയാണ്? ആന്റി വരികയാണ് അല്ലെ, മഴ പെയ്ത സമയത്ത്. ദെൻ സെക്കൻഡ് 1 ഏതാണ്? അവിടോട്ട് ആരായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? യെസ്, നമ്മുടെ ബട്ടർഫ്ലൈ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് തന്നെയാണ് അവിടെ സെക്കൻഡ് പിക്ചർ ആയിട്ട് വരുന്നത്. പിന്നെ ആരായിരുന്നു മക്കളെ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്? നമ്മുടെ മൗസ് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇതാണ് എന്താ? തേർഡ് പിക്ചർ വരുന്നത്. പിന്നെ അടുത്തത് അവിടേക്ക് ആരായിരുന്നു വന്നിട്ടുള്ളത്? സ്പാരോയാണ് വരുന്നത്. അതാണ് എന്ത് മക്കളെ? ഫോർത്ത് 1 വരുന്നത്. ദെൻ ലാസ്റ്റ് 1 എന്താണ്? 4 പേരും കൂടി സന്തോഷത്തോട് കൂടിയിട്ട് മഷ്റൂമിന്റെ താഴെ നിൽക്കുന്നതാണ്. അപ്പൊ ഇതല്ലേ മക്കളെ നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റോറിയുടെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. ഇനി ഇതിനനുസരിച്ച് ഈ സ്റ്റോറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് സെന്റൻസ് ആണ് എന്നുള്ളത് നോക്കുക. ആ സെന്റൻസ് മക്കൾ വായിക്കുമ്പോൾ നമ്മൾ ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ള നമ്പർ അവിടെ കൊടുക്കുക.
ഓക്കെ, മിസ് ഫസ്റ്റ് സെന്റൻസ് വായിക്കാം. എ മൗസ് ആസ്ക്ഡ് ഫോർ ഹെൽപ്പ്. ഒരു മൗസ് എന്ത് ചെയ്യാണ്? ഹെൽപ്പ്, സഹായം ചോദിക്കുകയാണ് അല്ലെ. അത് ഏത് ഇമേജിലാണ് മക്കളെ കാണുന്നത്? ഏതിലാണ്? യെസ്, തേർഡ് വണ്ണിലാണ്. ഇവിടെയല്ലേ മക്കളെ മൗസ് വന്ന് ഹെൽപ്പ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ സെന്റൻസിന് എന്ത് നമ്പർ കൊടുക്കാം? നമ്പർ 3 എന്ന് കൊടുക്കാം. ഇംഗ്ലീഷ് സംസാരിക്കാൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പൊ ഇതാ 10 ഡേയ്സിന്റെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുമായിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത് കേട്ടോ. 10 ദിവസത്തെ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന് വെറും 210 രൂപ മാത്രമാണ് മക്കളെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാർ മടിക്കാതെ തന്നെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. വളരെ ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഈ ഒരു 10 ഡേയ്സ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഗ്രാമർ സെക്ഷൻസും എല്ലാം തന്നെ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3 കൊടുക്കാം. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ. എ ബട്ടർഫ്ലൈ കെയിം ദ. അവിടേക്ക് ഒരു ബട്ടർഫ്ലൈ വന്നു. ഏത് പിക്ചർ ആണ് മക്കളെ ബട്ടർഫ്ലൈ വരുന്നത്? യെസ്, പിക്ചർ 2 ആണ്. അതുകൊണ്ട് സെക്കൻഡ് സെന്റൻസ് നമ്മൾ എന്ത് കൊടുക്കാം? നമ്പർ 2 കൊടുക്കാം. രണ്ടാം നമ്പർ എന്ന് കൊടുക്കാം അല്ലെ. ദെൻ തേർഡ് വൺ നമ്മൾ അവിടെ ഓൾറെഡി 1 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. ദെൻ അടുത്ത നോക്കിക്കേ മക്കളെ. എ സ്പാരോ ഹോപ്ഡ് ടു ദി മഷ്റൂം. സ്പാരോ വരുന്നത് ഏതിലാ മക്കളെ? സ്പാരോ വരുന്ന പിക്ചർ നോക്കിക്കേ. യെസ്, ഇതിലാണ്. അത് നമ്പർ എത്രയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്? 4 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിന് 4 എന്ന് നമ്പർ ഇടാം. ദെൻ ലാസ്റ്റ് വൺ എന്താണ്? ഓൾ ദി 4 ഫ്രണ്ട്സ് സാറ്റ് ടുഗദർ അണ്ടർ ദി മഷ്റൂം. എല്ലാ 4 കൂട്ടുകാരും കൂടി ഒന്നിച്ച് എന്ത് ചെയ്തു? മഷ്റൂം താഴെ ഇരുന്നു എന്നാണ് പറയുന്നത്. അതിൽ നമ്മൾ എത്ര നമ്പർ കൊടുത്തിട്ടുള്ളത്? നമ്പർ 5 ആണ്. അപ്പം ഈ ഒരു സെന്റൻസ് നമ്പർ 5 എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ മക്കളെ? അപ്പം ഇതേ രീതിയിലാണ് മക്കൾ ആദ്യം ചിത്രം നോക്കിയിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ സ്റ്റോറി ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിനെന്ത് ചെയ്യുക? നമ്പർ കൊടുക്കുക. അതിനുശേഷം സെന്റൻസിലോട്ട് വന്നിട്ട് ഓരോ സെന്റൻസും വായിക്കുക. ഏതാണ് അവിടെ വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി മക്കളെ നമ്പർ കൊടുക്കുക കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇതുപോലെ ജംബിൾഡ് ഓർഡറിൽ, അതായത് ക്രമം തെറ്റിച്ചുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റോറീസിലെ ഇവന്റ്സ് തരും. എന്നിട്ട് അതിന് ചിലപ്പോൾ കറക്റ്റ് ഓർഡർ ചെയ്ത് എഴുതാനായിട്ടോ ഇത്തരത്തിൽ ചിത്രം തന്നിട്ട് അറേഞ്ച് ചെയ്യാനൊക്കെ പറയണ്ടായിരിക്കും. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? നമ്മുടെ ആദ്യത്തെ 2 പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് മക്കൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഫസ്റ്റ് യൂണിറ്റ് കൃത്യമായിട്ട് പഠിക്കുക. സെക്കൻഡ് യൂണിറ്റ് നമുക്ക് കംപ്ലീറ്റ്ലി എക്സാമിന് ഉണ്ടാവില്ല. ആദ്യത്തെ കുറച്ച് ഭാഗം മാത്രം മക്കളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ മക്കളെ? ദെൻ അടുത്തൊരു ക്വസ്റ്റിലോട്ട് നമുക്ക് പോവാം മക്കളെ. ആക്ടിവിറ്റി 3 കോൺവെർസേഷൻ ആണ് മക്കളെ, സംഭാഷണമാണ്. ഇവിടെ കൂട്ടുകാർക്ക് ചിത്രത്തിൽ നമ്മുടെ റാബിറ്റിനെയും അതുപോലെ തന്നെ ആരെയും കാണാം? മങ്കിയെയും കാണാം അല്ലെ. സിറ്റുവേഷൻ ഇതാണ് മക്കളെ. കംപ്ലീറ്റ് ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദി റാബിറ്റ് ആൻഡ് മങ്കി. നമ്മുടെ റാബിറ്റ് മങ്കിയോട് ചോദിക്കുന്നത്, ഹലോ മങ്കി, ഡിഡ് യു ഗെറ്റ് വെറ്റ് ഇൻ ദി റെയിൻ? എന്താ ചോദിച്ചിട്ടുള്ളത്? മങ്കീനെ നോക്കിക്കും മക്കളെ, ആകെ നനഞ്ഞു വരികയാണല്ലേ. പക്ഷെ നമ്മുടെ റാബിറ്റിന് യാതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല അല്ലെ. റാബിറ്റ് എവിടെ ഉണ്ടായിരുന്നു മക്കളെ? എവിടെ ഉണ്ടായിരുന്നു? ഓർക്കുന്നുണ്ടല്ലോ നമ്മുടെ സ്റ്റോറി. ഓക്കെ, അപ്പൊ നമ്മുടെ റാബിറ്റ് ചോദിക്കുകയാണ് എന്ത്? മങ്കിയുടെ അടുത്ത്, ഹലോ മങ്കി, ഡിഡ് യു ഗെറ്റ് വെറ്റ് ഇൻ ദ റെയിൻ? എന്താ ചോദിച്ചത്? ഡിഡ് യു ഗെറ്റ് വെറ്റ് ഇൻ ദി റെയിൻ? റെയിൻ, വെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നനയുന്നതിനെയാണ് അല്ലേ. അപ്പൊ നമ്മുടെ റാബിറ്റ് മങ്കിയോട് എന്താ ചോദിച്ചത്? നീ മഴയിൽ നനഞ്ഞോ എന്ന് ചോദിച്ചു അല്ലേ. അപ്പൊ നോക്കിക്കേ, എന്തായിരിക്കും മറുപടി പറയാ? അതാണ് കൂട്ടുകാർ ഇവിടെ എഴുതേണ്ടത്. എഗെയിൻ നമ്മുടെ റാബിറ്റ് ചോദിക്കുന്നുണ്ട്, ലുക്ക് അറ്റ് മീ, ഐ ആം നോട്ട് വെറ്റ്. നീ എന്നെ നോക്ക്, ഞാൻ എന്തായിട്ടില്ല? നനഞ്ഞിട്ടില്ല. ലുക്ക് അറ്റ് മീ, ഐ ആം നോട്ട് വെറ്റ്. ഞാൻ എന്ത് ചെയ്തിട്ടില്ല? നനഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അല്ലേ. അപ്പം എഗെയിൻ നമ്മുടെ മങ്കി ചോദിക്കാണ്, ഹോ ബട്ട് ഹൗ? അതെങ്ങനെ എന്ന് ചോദിക്കാണ്. എങ്ങനെയാ മക്കളെ നമ്മുടെ റാബിറ്റ് നനയാതെ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത്? മക്കള് സ്റ്റോറി ഓർക്കുന്നില്ലേ? ഓക്കെ, അതിനനുസരിച്ച് വേണം മക്കൾ എന്ത് ചെയ്യാനായിട്ട്? ഇവിടെ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. നമുക്കൊന്ന് എഴുതി നോക്കാം. ഒന്നുമില്ല മക്കളെ, ഇവിടെ നമ്മുടെ റാബിറ്റ് ചോദിച്ചതിന് മറുപടി ആയിട്ട് ഇവിടെ മങ്കിയുടെ ഡയലോഗ് എഴുതണം. ദെൻ നോക്കിക്കേ, മങ്കി ഇവിടെ ചോദിച്ചതിന് മറുപടി ആയിട്ട് റാബിറ്റിന്റെ ഒരു ഡയലോഗും എഴുതണം. അങ്ങനെ 2 ഡയലോഗ് എഴുതുകയാണെങ്കിൽ മക്കൾക്ക് ഈ ഒരു പ്രവർത്തനത്തിന് 5 മാർക്ക്, അതായത് A ഗ്രേഡ് സ്കോർ ചെയ്യാൻ പറ്റും. സിമ്പിൾ അല്ലേ മക്കളെ? നോക്കിക്കേ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? റാബിറ്റ് എന്താ ചോദിച്ചിട്ടുള്ളത്? ഹലോ മങ്കി, ഡിഡ് യു ഗെറ്റ് വെറ്റ് ഇൻ ദി റെയിൻ? മങ്കി, നീ മഴയത്ത് നനഞ്ഞോ എന്നാ ചോദിച്ചത്. അപ്പൊ മങ്കി എന്ത് പറഞ്ഞു? ചിത്രം നോക്കിക്കേ, അവൻ ആകെ നനഞ്ഞാണ് വന്നിട്ടുള്ളത് അല്ലേ. മങ്കി എന്ത് പറയും? യെസ്, ഐ ഗോട്ട് വെറ്റ് ഇൻ ദി റെയിൻ. എന്താ മക്കളെ പറയാ? യെസ്, ഐ ഗോട്ട് വെറ്റ് ഇൻ ദി റെയിൻ. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? മഴയില് നനഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ അടുത്ത ഡയലോഗ് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട് അല്ലെ. റാബിറ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? ലുക്ക് അറ്റ് മീ, ഐ ആം നോട്ട് വെറ്റ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ലുക്ക് അറ്റ് മീ, ഐ ആം നോട്ട് വെറ്റ്. നീ എന്നെ നോക്ക്, ഞാൻ എന്ത് ചെയ്തിട്ടില്ല? നനഞ്ഞിട്ടില്ല എന്ന് ആര് പറഞ്ഞു? റാബിറ്റ് പറഞ്ഞു. അപ്പൊ നമ്മുടെ മങ്കിക്ക് ഒരു സംശയം. അവൻ ചോദിക്കാണ്, ഹോ ബട്ട് ഹൗ? അതെങ്ങനെയാണ്? നീ ഇത്രയും മഴ പെയ്ത് ഞങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടില്ല? നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടല്ലേ, പക്ഷെ നീ മാത്രം എങ്ങനെയാണ് നനയാണ്ടിരിക്കുന്നത് എന്ന് ആര് ചോദിച്ചു? മങ്കി ചോദിച്ചു അല്ലേ. അപ്പൊ റാബിറ്റ് എന്താ മക്കളെ മറുപടി പറഞ്ഞിട്ടുണ്ടായിരിക്കുക? ഐ ഗോട്ട് ഷെൽട്ടർ അണ്ടർ എ മഷ്റൂം. എന്താ പറഞ്ഞത്?
ഐ ഗോട്ട് എ ഷെൽട്ടർ. എവിടെയാ മക്കളെ ഷെൽട്ടർ കിട്ടിയിട്ടുള്ളത്? അണ്ടർ എ മഷ്റൂം. ഒരു മഷ്റൂമിന്റെ താഴെ എനിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഒരു ഷെൽട്ടർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നില്ലേ മക്കളെ നമ്മുടെ സ്റ്റോറി? ഓർക്കുന്നില്ലേ? അവിടെ ഒരുപാട് കൂട്ടുകാരെ ഒന്നിച്ച് ഷെൽട്ടർ തേടി വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ അല്ല മക്കളെ? അപ്പൊ ആ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൃത്യമായിട്ട് ഓർത്തിരുന്ന മക്കളെ. ഈ ഒരു കോൺവെർസേഷൻ ഒക്കെ നമുക്ക് ഇത്തരത്തിലുള്ള കോൺവെർസേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ അല്ല മക്കളെ? അപ്പൊ എന്താണ് നമ്മുടെ റാബിറ്റ് പറഞ്ഞത്? ഐ ഗോട്ട് ഷെൽട്ടർ അണ്ടർ എ മഷ്റൂം. ഐ ഗോട്ട്. ഇപ്പൊ മിസ് എത്തിയിട്ടുള്ളത് മക്കളെ നിങ്ങൾക്കായിട്ടുള്ള ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, നമ്മുടെ ഓണം പ്രമാണിച്ച് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കൂട്ടുകാർക്ക് വെറും 610 രൂപയ്ക്കാണ് ഇനിയുള്ള ഒരു വർഷക്കാലത്തേക്ക് അവൈലബിൾ ആക്കി തരാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ? അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ദാ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് മക്കളെ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക? സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ വേഗം തന്നെ മക്കളെ മറക്കാതെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, വെറും 610 രൂപയ്ക്കാണ് ഒരു വർഷത്തേക്ക് മക്കൾക്ക് 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്. ഷെൽട്ടർ അണ്ടർ. അണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? താഴെ അല്ലേ, അല്ലെങ്കിൽ അടിയിൽ. ആ ഒരു ചാപ്റ്ററിൽ ഉടനീളം നമ്മൾ പഠിക്കുന്ന ഒരു വേർഡ് ആണല്ലേ അണ്ടർ എന്നുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ മഷ്റൂം എന്നതിന്റെ സ്പെല്ലിംഗ് ഒക്കെ എഴുതാൻ പ്രയാസമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഇതിന്റെ കൃത്യമായിട്ട് സ്പെല്ലിംഗ് ഒക്കെ ഓർത്ത് വെച്ച് പോവാട്ടോ. ഏതൊക്കെ വേണം? റെയിൻഡ് നിർബന്ധമായിട്ടും പഠിക്കണം. അതുപോലെ തന്നെ ഷെൽട്ടർ, പിന്നെ മഷ്റൂം, ഇതൊക്കെ ഇമ്പോർട്ടന്റ് വേർഡ്സ് ആണ് കേട്ടോ. അതൊക്കെ മക്കള് കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കൃത്യമായിട്ട് ഓരോ ക്വസ്റ്റ്യൻസും പഠിക്കാം. മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ? അപ്പൊ അടുത്ത ക്ലാസ്സിൽ മിസ് എന്ത് ചെയ്യാം? ഇതിന്റെ അടുത്തൊരു സെക്ഷനുമായിട്ട് വീണ്ടും വരാം. എല്ലാവരും നല്ല രീതിയിൽ തന്നെ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ? അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരു ദിവസം മറ്റൊരു പുതിയ പാർട്ട് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.